ആരും പേടിക്കണ്ട കേട്ടോ. ഇത് എൻ്റെ അനിയത്തിയാണ്, അച്ഛൻ്റെ അനിയത്തിൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ അവളുടെ ചെറിയൊരു കല്യാണം, ചെറിയൊരു പരിപാടിയാണ്, കല്യാണ നിശ്ചയമാണ്. അപ്പോൾ ചെക്കൻ വരുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് നേരം ഗ്ലാമറാവട്ടെ എന്ന് പറഞ്ഞാൽ അവൾ എന്തൊക്കെയോ വാരിത്തേക്കുന്നുണ്ട്. അപ്പോൾ ഓളെ അടങ്ങാറാക്കാൻ വേണ്ടി ഞാനും കുറേ പുറകെ ഓളാണ് നടന്ന് ഓളെ കളിയാക്കിക്കൊണ്ടിരുന്നു. ഓള് എൻ്റെ അടുത്ത് മുന്നിൽ നിന്ന് മുങ്ങും, പിന്നെയും ഞാൻ അവളെ പൊക്കും. അങ്ങനെ എന്തായാലും അവൾ മേക്കപ്പ് നിർത്തിയിട്ടൊന്നുമില്ല. എന്തായാലും എൻ്റെ കളിയാക്കലും ഇതെല്ലാം കൊണ്ട് നിർത്താനുള്ള പരിപാടി അവൾ എന്തായാലും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും പുറകെ നടന്ന് ഞാനും കുറേ നടന്നവളെ കളിയാക്കി. എന്തായാലും മുഖെടുക്കാരില്ല എന്ന് പറഞ്ഞാൽ അവളും തേക്കൽ തുടങ്ങി. എൻ്റെ കളിയാക്കലുകൾ കൊണ്ട് ബാക്കിയുള്ളവരും ചിരിയും അവളുടെ ഓരോ കുരുത്തക്കേടുകളും കണ്ട് ഞങ്ങൾ ഇന്നത്തെ ദിവസം തുടങ്ങിയതാണ് കേട്ടോ. അവളെ എൻ്റെ കളിയാക്കലും നിർത്തില്ല. അവളെ അടുക്കളയിൽ കൂടെ നടന്ന് അവളുടെ പണി അവൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാവരും വരുമ്പോൾ എൻ്റെ മനസ്സിലാവുന്ന രീതിയിൽ ഇതിലെല്ലാം അവൾ എല്ലാം കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മുത്തുമണി എൻ്റെ മോളെ രണ്ടാമത്തെ മോളുടെ പിറന്നാൾ കേട്ടോ. പക്ഷേ ഇവർ രണ്ടും നോക്കി നിൽക്കുന്ന എന്താ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടുത്ത് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും പിടുത്തം കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷേ മുകളിലൊരാളുണ്ട് കേട്ടോ. ഞാൻ കേട്ടോ, ഞാൻ മരത്തിൽ കയറി ഒരേ പേരതീറ്റാ. പെങ്ങളെ പുറകെ നടന്ന് മടുത്ത് വിശന്നുകൊണ്ട് ഞാനും പേരക്ക മരത്തിന് മുകളിൽ കയറി 2 പേരക്ക എടുത്ത് താഴത്തുനിന്ന് 2 ചിമിട്ടുകൾ ഒരേ വാശി എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുമോ. ഈറ്റങ്ങളെ കൊതിപ്പിച്ചിട്ട് ഞാനും ഓരോ വരും. അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോയ്ക്ക് 2 പോസ് ഇടാൻ വേണ്ടി 2 എണ്ണം കൂടി കേട്ടോ. റീലെടുക്കാമെന്ന് വിചാരിച്ച് ഓരോ പാട്ടിട്ടപ്പോൾ ഇവർക്കാണ് അതിനും റെങ്കില്ല. ലാസ്റ്റ് ഫോട്ടോയ്ക്ക് ഒരു പോസ് ഇട്ട് പൊയ്ക്കോന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ മേക്കപ്പ് പൊടിൽ മുളി ക്യാമറ വെച്ചതും പിടിച്ച് കയ്യോടെ അവൾ ബുക്കുകയും ചെയ്തു. എന്നാലും അവളൊരു ചെറിയൊരു ചിരിയോട് കൂടി നല്ലൊരു പോസ് ഇട്ടു കേട്ടോ. പക്ഷേ പ്രതീക്ഷനേക്കാളും ഉഷാറായിട്ട് നമ്മളെ മുത്തുമണി അങ്ങനെ എൻ്റെ ഫോട്ടോയ്ക്ക് ഒരു പോസ് ഇട്ട്. അവളുടെ 2 കൂട്ടുകാരികളാണ് കേട്ടോ, അടിപൊളിയാണ്. ഇവരാണ് രാവിലെ ഒരുക്കിയത്. അവളുമായിട്ട് ഒരു സെൽഫി എടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ തന്നെ ചെക്കൻ വന്നു കേട്ടോ. ചെക്കൻ്റെ വരവും കാത്തവളൊരു നിപ്പാണേ. ഇവളൊരു ടാറ്റൊക്കെ കാണിച്ചെങ്കിലും അവൻ വലിയ മൈൻഡൊന്നും ചെയ്തില്ല. എന്നാലും ഒരു നോട്ടം നോക്കി അവൻ പോയി. ഇവക്കാണെങ്കിൽ തുള്ളിച്ചാട്ടം എന്തൊക്കെയായിരുന്നു കേട്ടോ. പക്ഷെ അവളെക്കാളും ആകാംക്ഷ അവളുടെ കൂട്ടുകാരികൾ ആയിരുന്നു കേട്ടോ. കുട്ടികളെ ചെക്കനെ കാണാൻ എല്ലാവരും നോക്കുന്ന നോട്ടം കണ്ടോ എൻ്റെ പോലെ. ഇവൾക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. തുള്ളിക്കളിയോട് തുള്ളിക്കളി. എന്തായാലും നമ്മളവിടുത്തെ ചെറിയ ചെറിയ പരിപാടികൾ കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. പിന്നെ വീട്ടിൽ എൻ്റെ മോളെ പിറന്നാളിൻ്റെ ചെറിയൊരു ആഘോഷം വന്ന് ഒരുപാട് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വലുതായിട്ട് ഞങ്ങൾ ആഘോഷിക്കുന്നില്ല. എന്നാലും വരുന്ന വഴിക്ക് ഒരു കേക്കൊക്കെ വാങ്ങി ഞങ്ങളൊരു കേക്കൊക്കെ കട്ട് ചെയ്തു. അടിപൊളിയായിട്ടൊന്ന് ചെറുതായിട്ട് അങ്ങനെ ആഘോഷിച്ചു. കുഴപ്പമൊന്നുമില്ല. എൻ്റെ മക്കളെ പിറന്നാളെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്തായാലും ഇനിയും അടുത്ത വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ, സീ യു. ഓക്കെ, അടിപൊളിയല്ലേ? ഓക്കെ, ബൈ ബൈ. ഓക്കെ, അടിപൊളിയല്ലേ? കളയല്ലേ?